സമൂഹത്തിന്റെ ചിന്താഗതി, സാമൂഹിക വ്യവസ്ഥയുമൊക്കെ ഇഴചേർന്നിരിക്കുകയാണ്. അത് വീട്ടുകാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും. ഈ പെൺകുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഭാവി അവസാനിച്ചോ എന്നൊരു ചിന്ത അവരിലും ഉണ്ടാകുന്നു. അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഉണ്ടാകുന്നതല്ല. നമ്മുടെ സമൂഹത്തിൽ നിന്ന് അവർ ആർജിച്ചെടുത്തിരിക്കുന്നത് ആ രീതിയിലുള്ള ചിന്തകളായതുകൊണ്ട് കൂടിയാണ്. അമല, അതിൽ ക്ലാരിറ്റി വരുത്തുന്നതിനൊപ്പം തന്നെ നോക്കൂ, എന്തുകൊണ്ടാണ് എൻ്റെ മകൾ സ്വന്തം കാലിൽ നിൽക്കാൻ, അവൾക്ക് സ്വന്തമായി ആരുടെയും സഹായമില്ലാതെ ജീവിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഒരു കുടുംബത്തിൽ രക്ഷിതാക്കൾ ഉണ്ടാക്കേണ്ടത് എന്നൊരു ചിന്തയിലേക്ക് കാര്യങ്ങൾ മാറാത്തത്? നമ്മൾ ആവർത്തിച്ച് അക്കാര്യങ്ങൾ പറയുമ്പോൾ പോലും അവളുടെ സുരക്ഷിതത്വവും അവളുടെ ഭാവിയും എല്ലാം മറ്റൊരാളുടെ കയ്യിൽ കൈക്കൂലി കൊടുത്ത് ഉറപ്പാക്കുന്നതിൽ മാത്രം കാണുന്ന മാതാപിതാക്കൾ, ആ രീതിയിൽ മാത്രം ചിന്തിക്കുന്നവരായി ഇപ്പോഴും അവർ ചുരുങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ആദ്യം തന്നെ നേരത്തെ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഇതിൽ മരിച്ച 2 പെൺകുഞ്ഞുങ്ങളുടെ അടുത്ത ബന്ധുവും അച്ഛനും ഇതിലുള്ളപ്പോൾ ചില കാര്യങ്ങൾ പറയാൻ നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അത് അവരെ വ്യക്തിപരമായി പറഞ്ഞതാണെന്ന് ഒരു കാരണവശാലും തോന്നരുത് എന്ന ആമുഖത്തോടു കൂടിയാണ് പറഞ്ഞത്. എങ്കിൽ പോലും അത് അവർക്ക് വേദന ഉണ്ടാക്കി എന്നുള്ളതിൽ ഞാൻ മാപ്പപേക്ഷിക്കുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ളത് സമൂഹം എന്ന നിലയിൽ, ഒരു നിരീക്ഷണം എന്ന നിലയിൽ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ 2 കൂട്ടരെയും വ്യക്തിപരമായിട്ടല്ല ഇത് പറയുന്നത് എന്ന് ദയവായി മനസ്സിലാക്കണം. ഒരു വ്യക്തിയുടെ ഭാവി, അവനവൻ്റെ കുട്ടിയുടെ ഭാവി കൈ പിടിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഞാൻ പൊതുവെ ഉള്ള സ്ത്രീധന മരണങ്ങളിലാണ് ഞാൻ ഈ പറയുന്നതെന്ന് വിചാരിക്കണം. നമ്മളൊരു ചക്കയാണെ തുന്നിച്ചു നോക്കാൻ പറ്റില്ല, പക്ഷേ ആ ചക്ക കേടാണെന്ന് കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മളത് കഴിക്കുമോ? ഒരു ചക്കച്ചുളയ്ക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മുടെ വയറ് ചീത്തയാവുമെന്ന് വിചാരിച്ചെങ്കിൽ നമ്മളത് തുപ്പിക്കളയില്ലേ? ഈ മരിച്ചുപോയ കുട്ടികൾക്ക് നീതി ലഭിക്കുന്നുണ്ടോ? നമ്മൾ പറയുമല്ലോ, ഓരോ കേസ് വരുമ്പോഴും നീതി കിട്ടണം, നീതി ലഭിക്കണം എന്ന് പറയുന്നത്. ആർക്കാണ് നീതി ലഭിക്കുന്നത്? നമ്മൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്കും ബന്ധുക്കൾക്കും ഒക്കെയാണ് നീതി ലഭിക്കുന്നത്. ഈ മരിച്ചുപോയ കുട്ടിക്കോ? അതിൻ്റെ ലൈഫ് പോയില്ലേ? ഇത് ഓരോ കുഞ്ഞും മരിക്കുമ്പോൾ അത്രയും കാലം വളർത്തി നമ്മൾ കൊണ്ടുവന്ന ആ കുട്ടിയാണ് മരിക്കുന്നത്. ഇപ്പോൾ ഈ മരിച്ച കുട്ടികളിൽ പലരും നല്ല വിദ്യാഭ്യാസമുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നത് ഡോക്ടേഴ്സിനെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ജെൻഡർ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ജെൻഡർ ബേസ്ഡ് വയലൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോൾ അതിനകത്ത് 2 പെൺകുട്ടികളിരുന്ന് ഒരു കുട്ടിയെ പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ണുനീരൊഴുകുന്നു. ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റി ഇങ്ങോട്ട് നോക്കിയപ്പോൾ വേറൊരു കുട്ടിയും കരയുന്നു. ഇതെന്താണെന്ന് പിന്നെ അന്വേഷിച്ചപ്പോൾ ഈ 2 കുട്ടികളും ഇതേപോലത്തെ സ്ത്രീധന പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടികളാണ്. അതുവരെ 6 മാസമായി പഠിപ്പിച്ചിരുന്ന ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഈ കുട്ടികൾക്ക് ഈ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസം കുറവുള്ളത് കൊണ്ടല്ല, അവർക്ക് സ്വന്തം കാലിൽ നിൽക്കണമെന്നും സ്വന്തം കാലിൽ നിൽക്കാൻ അവരെ നമ്മുടെ സമൂഹം നമ്മുടെ സമൂഹം അനുവദിക്കുന്നുണ്ടോ? ഡൈവോഴ്സ് ചെയ്ത ഒരു കുട്ടിയെ നമ്മുടെ സമൂഹം എങ്ങനെയാണ് കാണുന്നത്? എന്തൊക്കെ പേരിട്ടാണ് വിളിക്കുന്നത്? വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ അത് ഭാരമാകുന്നുണ്ടോ? പേരൻസിന് ഭാരമാകുന്നുണ്ടോ? അവൾക്ക് ഫർദർ ജീവിക്കാനുള്ള ത്രാണിയുണ്ടോ? ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ടോ? പണമുണ്ടോ? ജോലിയുണ്ടോ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. ഇത് സമൂഹം എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു ട്രെയിനിങ് ആവശ്യമുള്ളത് ഈ പെൺകുട്ടികൾക്ക് മാത്രമല്ല, ഇപ്പോൾ കല്യാണപ്രായത്തിലുള്ള കുട്ടികളുടെ പേരൻസിനൊപ്പം ഈ ട്രെയിനിങ് വേണമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും പെൺകുട്ടികളുടെ ഭാവി എന്നത് കണ്ടെത്തുന്ന പുരുഷന്മാർക്ക് കൈക്കൂലി കൊടുക്കുന്ന മാതാപിതാക്കൾ ഇനിയെങ്കിലും ആ പണം സ്വന്തം മക്കളുടെ പേരിൽ അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നിക്ഷേപിക്കാൻ മനസ്സ് കാണിക്കണം. അത്രയെങ്കിലും അവരോട് ചെയ്യണം. അവർക്ക് കയറി വരാൻ ഒരു ഇടം ഒരുക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. സ്ത്രീധന മരണങ്ങളിൽ അവരെ കേൾക്കാൻ ആരുമില്ലേ, ആ പെൺകുട്ടികളെ കേൾക്കാൻ ആരുമില്ലേ എന്നതാണ് നമ്മൾ ഇന്ന് പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം. ഇല്ല എന്ന് പറയുന്നു 64% പേർ, അതല്ല എന്ന് പറയുന്നത് 29% പേർ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.